ആഹാ, ഇത് കൊള്ളാമല്ലോ. കൊച്ചിനെ കിടത്തേച്ച് മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ? കൊള്ളാമല്ലോ ആള്. ആരാ? ആരാന്ന്? തേങ്ങാപ്പട്ടണത്തുനിന്ന് വന്നതാ, ദമയന്തി. ഓ, അമ്മായി പറഞ്ഞ പാഷ്മള ചേച്ചി പറഞ്ഞയച്ചത്. പിന്നെ കൊറേ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? പിന്നല്ല, ഒക്കെ കൊച്ചിന് കഴിക്കാനുള്ളതാ. കൊച്ചിനോ? ആ കൊച്ചിനല്ലെന്ന്, ഈ കൊച്ചിന്. എനിക്ക് കണ്ടിട്ട് ഇതൊന്നും പോരാതെ വരുമെന്നാ തോന്നുന്നേ. എന്തോ കോലോ ചെയ്ത് മുടിയൊക്കെ ഒരുമാതിരി പാറി പറന്ന്, ഒരു മനുഷ്യക്കോലമില്ലല്ലോ. ആന്റിയെ എന്നെ നോക്കണ്ട, കുഞ്ഞിനെ മാത്രം നോക്കിയാ മതി. കുഞ്ഞിനെ മാത്രം നോക്കാൻ ഞാൻ ആയൊന്നും അല്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരെ നോക്കാനാ വന്നേ, അറിയാവോ? ആ അതെ. അപ്പൊ ആന്റി ഒരു കാര്യം ചെയ്യും, ഈ വീട്ടിലെ ഇഷ്ടം പോലെ വേറെ ഉണ്ട് ആന്റി, എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് വാ. ആ, ഞാൻ വന്നുടനെ ആ വിമാനം പറത്തുന്ന സാറില്ലേ, ഉണ്ണുണ്ണി സാറ്, പുള്ളിയെ പരിചയപ്പെട്ടായിരുന്നു. ഉണ്ണുണ്ണി അല്ല, കുഞ്ഞുണ്ണി, എന്റെ അച്ഛനാ. ആ, അത് തന്നെ. എന്നാ ഇവിടെ വേറൊരു ചേട്ടനുണ്ട്, ഈ പശുവിനെയൊക്കെ മെരിക്കുന്ന ചേട്ടനെ, ഉത്തമൻ. പരിചയപ്പെടേണ്ട ആളോ, പോയി പരിചയപ്പെട്ടിട്ട് വരും. ആ പറഞ്ഞത് ന്യായം, ഞാൻ പരിചയപ്പെട്ടില്ല. ഞാനൊന്ന് പരിചയപ്പെട്ടേ. ഈ സഞ്ചിയൊക്കെ നോക്കിക്കോണം, ഇതിനകത്ത് അത്രയും വിലപ്പെട്ട സാധനങ്ങളായിരിക്കുന്നേ. പോയേച്ച് വരാവേ. കൊച്ച, ഈ മുടിയല്ല എണ്ണയൊന്നും തേക്കത്തില്ലയോ? ഇത് എന്തുവാ ഇത്? എങ്ങനെ ഇരിക്കുന്നു? ഓ, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ഒന്നും പറയാൻ വയ്യ, ഇതൊരു കഷ്ടമാ. നിന്റെ അച്ഛമ്മ എനിക്ക് 2.0 ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. കൊച്ചേ, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? അങ്ങോട്ടാ. ഏത് സമയത്താണ്? ഇവിടെ എവിടെ വെളിച്ചെണ്ണ ഇരിക്കണമെന്ന് അറിയാമോ? വെളിച്ചെണ്ണ അലമാരക്കകത്താനും കാണൂടാ. നോക്കിട്ട് കണ്ടില്ല അല്ലേ? നോക്ക്, നീ ഇരിക്കുന്നിടത്ത് നോക്കിയാ കാണും. പിന്നെ അല്ല, എന്താ വിനാഗിരിയ? ഡേയ്, ഞാൻ ഒരു കാര്യം പറയാം. ഈ വെളിച്ചെണ്ണ സാധനങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കാത്ത എടാ, പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ പോരെ? എല്ലാത്തിനും ഒരു ചലഞ്ച് വേണ്ടേ? ആ, പിന്നെ നീ കൂടുതൽ ചലഞ്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട. നീ അർജുൻ അതൊക്കെ ഇവിടെ കയറി ഉണ്ടാക്കി ഇവിടെ മൊത്തം കൊളാക്കിയിടല്ലേ? ഇതിന് സ്ഥിരം പരിപാടി അതാണ്. അതൊന്നും കൊള്ളാകൂല, ഞാൻ നോക്കാം. എവിടെ എന്തിനേയും പോണു? എന്തെങ്കിലും ഉണ്ടാക്കണേ? എടാ, അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ പോരെ? അതല്ലേ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ ചലഞ്ച് വേണ്ടേന്ന്. ചലഞ്ച് സമ്മതിക്കില്ല. ഈ വെളിച്ചെണ്ണയ്ക്ക് വരാൻ വെള്ളം വിനാഗിരി മണ്ണെണ്ണയെ കുറിച്ച് അത് കൊളാക്കും. ഇതാണ് ഭക്ഷണ പറഞ്ഞിട്ട ആള്. എനിക്ക് നേരത്തെ അറിയാല്ല. ആ, ശരി. പിന്നെ അല്ല, നിങ്ങളെ മനുഷ്യന്മാരാണോ അതോ മൃഗങ്ങൾ? ഇതിലും ഭേദമാണല്ലോ. അതങ്ങനെ പറഞ്ഞത്? ഇവിടെ ഒരു കൊച്ചു പ്രസവിച്ച് കിടക്കുന്നു, ഇവിടെ ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ ഇറങ്ങി അങ്ങ് പോയാൽ എങ്ങനെയാ? അയ്യോ, അത് കൊച്ചു പ്രസവിച്ചോണ്ട് ഇറങ്ങി പോയൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ ആവശ്യം വന്ന് പോവാതിരിക്കാൻ പറ്റുമോ ദമയന്തി? അല്ലേ? ആഹാ, അത് കൊള്ളാം. ഇതിനെക്കാട്ടി വലിയ ആവശ്യം എന്തുവാ? ഇയാടെ പെണ്ണു പിള്ളേ ഇറങ്ങിപ്പോയില്ലയോ? ഇറങ്ങിപ്പോയതല്ല, അമ്മയെ കാണാൻ വേണ്ടി പോയത്. ചേട്ടാ, അമ്മയെ കാണാൻ പിന്നെ പോയാ പോരായോ? അമ്മ വീണ് കിടന്ന പിന്നെ ആശുപത്രി കൊണ്ടുപോണ്ടേ? ആശുപത്രി കൊണ്ടുപോകാൻ വേറെ ആളില്ല, ഇവിടെ ഒരു കൊച്ചു പ്രസവിച്ച് കിടക്കുന്നത്, അതല്ലയോ പ്രധാനം. പിന്നെ സാറിന് ഇവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ലായിരിക്കും, ആകാശത്ത് വിമാനം പറഞ്ഞ് നടക്കുമല്ലായിരുന്നു. ഈ ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെയാന്നോ? ഭൂമിയിലെ ചിട്ടയൊക്കെ അവർക്കൊക്കെ അറിയാം. ഇത് എന്തൊരു കാര്യമാന്ന് നോക്കണേ. ഇപ്പൊ തൽക്കാലം കാര്യങ്ങളൊക്കെ നോക്കി ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. ആ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കേട്ടോ, എനിക്ക് ചില ഡിമാൻഡൊക്കെ ഉണ്ട്. ഡിമാൻഡൊക്കെ പറയാൻ പറ്റും. അതിനുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്തുവാ? പാചകമൊക്കെ അറിയാമോ? അറിയാമെങ്കിൽ പാചകം മാത്രം മതി, പാചകം വേണ്ട. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ